മോർണിംഗ് എന്താ ഭംഗിയില്ല ചുക്ക് കാപ്പി. രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ച് യോഗ ചെയ്തു. രാജേട്ടൻ നടക്കാൻ പോയി വന്നു. ചുക്ക് കാപ്പി ഉണ്ടാക്കി. നേരെ 7 മണിയായിട്ടുണ്ട് കേട്ടോ. ചുക്ക് കാപ്പിക്ക് ഉണ്ടാക്കി കൊക്കുവട കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. സൂര്യ ഇങ്ങനെ ഉദിച്ച് വരണു. ചുവപ്പ് നിറമൊക്കെ മാറി തുടങ്ങി കേട്ടോ. പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പം കുറച്ച് നേരം ഇരുന്ന് ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുക. ഇന്നലെ മഴ പെയ്തു, നല്ല മഴയായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ ലോക തത്വങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീരക്ത, വൃദ്ധസ്താവത് ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപിനലഗ്ന എന്ന്. ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമാണ് കേട്ടോ ഇത്. ഭജഗോവിന്ദത്തിലെ 2 വരികളാണിത്. അപ്പോൾ എൻ്റെ അർത്ഥം പറയുള്ളൂ, ഒരു ലോകതത്വമാണ്. ബാലസ്താവത്, ബാലന്മാർ എപ്പോഴും ക്രീഡാസക്തന്മാരായിരിക്കും. കുട്ടികൾക്ക് എപ്പോഴും കളിക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ തരുണസ്താവത് തരുണീരക്ത, തരുണന്മാരായ യുവാക്കളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തരുണിമാരിലാണ് വിചാരം മുഴുവനും. വൃദ്ധസ്താവത്, വൃദ്ധന്മാരായാലോ ചിന്താമഗ്ന, ചിന്തയിലാണ്. എന്താ ചിന്ത വെച്ചാൽ മക്കളെക്കുറിച്ചും ചിലപ്പോൾ അവരവരുടെ കാര്യത്തെക്കുറിച്ചായിരിക്കാം. നമ്മുടെ രോഗങ്ങളാവാം, അല്ലെങ്കിൽ സാമ്പത്തികമാവാം, അല്ലെങ്കിൽ മക്കൾ നോക്കണില്ല എന്നാവാം, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചാവാം, മക്കൾക്ക് ജോലിയായിട്ടില്ല എന്നാവാം, അല്ലെങ്കിൽ മക്കൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീട് വച്ചിട്ടില്ല, എന്തെങ്കിലും ഉള്ളതിനെക്കുറിച്ച് ആരും ദുഃഖിക്കാറില്ലല്ലോ. എന്തെങ്കിലും ചെറിയ ദുഃഖം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ അവർ രാവും പകലും അങ്ങനെ കഴിച്ചു കൂട്ടും. അതാണ് പറഞ്ഞത് വൃദ്ധസ്താവത് ചിന്താമഗ്ന എന്ന് പറയണത്. അമ്മ പിള്ളേർ പുറത്തേക്ക് പോയാൽ രാത്രി ഉറങ്ങില്ല. അവർ വന്നിട്ട് അമ്മ ഉറങ്ങുള്ളൂ. മനസ്സിലായ? എന്തിനാ അമ്മയ്ക്ക് ആലോചിച്ചൂടെ? എൻ്റെ നല്ല കാലം കഴിഞ്ഞു, എൻ്റെ മക്കളുടെ കഴിഞ്ഞു, എല്ലാവരും അവരവരുടെ കാര്യങ്ങളായി. ഇനി ഞാനെന്തെങ്കിലും ചിന്തിക്കണേ നമുക്ക് വിചാരിച്ചൂടെ? പക്ഷെ അമ്മ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തെന്ന്? അയ്യോ അവർ വന്നില്ലല്ലോ, ഇത്ര നേരമായില്ലേ, കാണാനില്ലല്ലോ എന്ന്. പക്ഷെ അത് മക്കളോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവില്ലേ? പിന്നല്ല. പക്ഷേ ഈ ആവും തോറും ചിന്തയിൽ എങ്ങനെ. പക്ഷെ അതിനൊരു കാര്യമുണ്ട്. അതിനാണ് പറയുന്നത് കോപി ന ലഗ്നഹ പരമേ ബ്രഹ്മണി. പരമമായ ബ്രഹ്മത്തിൽ ആരും ലഗ്നരല്ല. പരബ്രഹ്മത്തിൽ ഈശ്വരെല്ലാം അങ്ങോട്ട് ലയിച്ചാൽ മതി. നമ്മൾ ഭഗവാനിലേക്ക് അങ്ങോട്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് കൊടുത്ത് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാലും ഇടയ്ക്കിട്ട് ലൗകികത്തിലേക്ക് വരും നമ്മൾ. അപ്പോഴും മക്കളെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കും. നമ്മൾ ശരിക്കും എന്താണ്, എൻ്റെ ഈ വീട് പണിതു, ഇവിടെ വഴിക്ക് വീഴുമോ? ഞാൻ വഴിക്ക് വീഴും. ഈശ്വര, ഇനി എൻ്റെ കുട്ടികൾ വഴുക്കോ? ഇല്ല. എൻ്റെ പേരക്കുട്ടികൾ, ഇനി ജനിക്കാൻ പോകുന്ന തലമുറകൾക്ക് എങ്ങാനും വല്ല പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ചിന്തകൾ. ഇതിനൊക്കെ മോചനം കിട്ടാനായിട്ട് പരമമായ ബ്രഹ്മത്തിൽ ശരണം പ്രാപിക്കാനാണ് ശങ്കരാചാര്യർ പറയുന്നത്. കാലത്ത് നേരത്തെ എണീക്കുക, കുളിക്കുക, യോഗ വേണമെങ്കിൽ യോഗ ചെയ്യുക. അപ്പോൾ ആരോഗ്യം ഉണ്ടാവും, മനസ്സ് സുഖം ഉണ്ടാവും. പിന്നെ പ്രകൃതിയിലേക്ക് നോക്കുക. നമുക്കിപ്പോൾ അതിനെ നോക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ, ഇല്ലേ? അത് നോക്കിയാൽ എന്താ നിറയെ ചെടികൾ നിൽക്കണു. ഇന്നലെ മഴ പെയ്താനൊക്കെ ഒരു കുളിച്ച് ഭംഗിയായിട്ട് നിൽക്കുക. നല്ല ഭംഗിയാണ്, എന്ത് രസമായിട്ട് നിൽക്കണം ചെടികൾ. അപ്പുറത്ത് കുരുമുളക് ദേ വലുതായി കൊണ്ടിരിക്കണു. പുല്ല്, ചെടി, പൂവ് ഇതൊക്കെ കണ്ടിരിക്കുക. പക്ഷികളുടെ നിറയെ ശബ്ദം ഉണ്ടാതൊക്കെ കേട്ടിരിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ദുഃഖങ്ങൾ ആദ്യ ഭക്ഷണത്തിൽ മറക്കും, വേദനകളൊക്കെ മറക്കും. എന്തെല്ലാ ശബ്ദമാണ് കേൾക്കണേ? കാക്ക, ചെമ്പോത്ത്, എന്ത് സൗണ്ട് കേൾക്കണല്ലേ? അതിൻ്റെ പുറത്ത് വന്ന് എന്നിട്ട് ഇത് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവണമെങ്കിൽ സാധാരണ ഇതൊക്കെ ആണുങ്ങൾക്ക് കൂടി സാധിക്കുക. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പണിയാവുമല്ലോ. ഒക്കെ എന്ത് രസം. കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഉച്ചക്കലേക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ തോരൻ വയ്ക്കാൻ നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞ കയ്പ്പയ്ക്ക കിട്ടി, ചെറിയ കയ്പ്പയ്ക്ക. അതുകൊണ്ടൊന്നും ആവില്ല. പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ് കിട്ടി.
അതുകൊണ്ടും ആവില്ല. പിന്നെ ഒരു സവാള എടുത്തു, പിന്നെ 2 കോവയ്ക്ക എടുത്തു. എല്ലാം കൂടി ചെറുതായി അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാൻ വെച്ചു. അതാ കണ്ടോ, വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു. കണ്ടോ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ. നാളെ ഇനി പച്ചക്കറിക്കാരൻ വരുള്ളൂ. മേടിച്ച കഷ്ണങ്ങളൊക്കെ കഴിയാറായി കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂട്ടിയിട്ട് ഒരു മിക്സഡ് തോരനാക്കാമെന്ന് വെച്ചു. കടുക് പൊട്ടി കഴിയാറായി. ഉഴുന്ന് പരിപ്പിട്ടു. പിന്നെ അപ്പുറത്ത് മത്തങ്ങയും പയറും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു എരിശ്ശേരി പോലെ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അതിലേക്ക് നാളികേരം അരയ്ക്കണം. അപ്പം ജയശ്രീ നാളികേരം ചെതിക്കൊണ്ടിരിക്കുന്നു അവിടെ. ഇത് ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. വറ്റൽമുളക് ഒരെണ്ണം പൊട്ടിച്ചിട്ടു, കറിവേപ്പിലിട്ടു. കഷ്ണങ്ങളെല്ലാം കൂടി പല തുള്ളി പെരുവെള്ളം. എന്ത് ഭംഗിയല്ലേ. ഈസ്റ്റ്മാൻ കളർ എന്നൊക്കെ പറയൂലേ, പല കളേഴ്സ് ഉണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. എന്താ മോശം, നല്ല ടേസ്റ്റാണ് കൂട്ടത്. പച്ചക്കറിക്കാരൻ വരുന്നതിന് മുമ്പ് ഫ്രിഡ്ജിലുള്ള എല്ലാ കഷ്ണം കൂടി എടുത്തിട്ട് ഒരു തോരൻ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കതിലേക്ക് ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പ്, പൊടിയുപ്പാണ്, അതിട്ടു. നന്നായിട്ട് ഇളക്കി. പെട്ടെന്ന് വേവിട്ട, ചെറുതായിട്ടല്ലേ അരിഞ്ഞേക്കണത്. അത് തന്നെ വേഗം വേവും ചെയ്യും. പിന്നെ തോരനല്ലേ, ഡ്രൈ ആയിട്ടിരിക്കും വേണമല്ലോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിൽ നാളികേരം ഇടണം കേട്ടോ. നാളികേരം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജയശ്രീ കൊണ്ടുവച്ചിട്ടുണ്ട്. എരിശ്ശേരിക്കുള്ളത് അരയ്ക്കാൻ പോവാണ്. അന്ന് അടച്ചു വെച്ചു കേട്ടോ. ജയശ്രീ എരിശ്ശേരിയിലേക്ക് നാളികേരവും ജീരകവും കൂടിയിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. തുറന്ന് നോക്കാം ഒന്നും കൂടി. വീണ്ടും ഒന്നും കൂടി ഇളക്കി. അപ്പോൾ വെന്തുണ്ട് ഏകദേശം. ഇതൊക്കെ ആയിട്ടെന്ന് തോന്നണം കേട്ടോ. ആയിട്ടുണ്ട്. പിന്നെ അധികം നന്നായിട്ടൊന്നും വേവണ്ട, ഇതാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തുറക്കാം കേട്ടോ. എന്നിട്ട് നാളികേരമൊക്കെ ഇടാം. വീണ്ടും തുറന്നു. നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. നാളികേരം ഇട്ടു കേട്ടോ, കുറച്ച് നാളികേരം. അപ്പോൾ ഒരു നാളികേരം ചെരുകിയിട്ട് കുറച്ച് ഇതിലിട്ടു. ബാക്കിയുള്ളത് മത്തങ്ങയിലേക്ക് അരച്ചു. അവിടെ അരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇത് വാങ്ങിയിട്ട് വേണം അതിൻ്റെ പണിയും കൂടി കഴിക്കാൻ വെച്ചിട്ടാണ്. അടച്ചുവിട്ടാണ് വാങ്ങി വെച്ചു. ജയശ്രീ വെച്ചോളൂ. വെച്ചു. വെന്തിട്ടുണ്ട് കേട്ടോ. പയർ ആദ്യം വേവിച്ചു. പിന്നെ മത്തങ്ങ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ടൊരു വേവിച്ചു. നാളികേരം ജീരകം കൂട്ടി അരച്ചത് ഒഴിച്ചു. പെട്ടെന്ന് പണി കഴിയാലോ. എരിശ്ശേരിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ എരിശ്ശേരി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, സദ്യകൾ എരിശ്ശേരി എന്ന് പറയുമ്പോൾ നാളികേരം ജീരകം കൂട്ടി അരച്ചൊഴിച്ചതിന് ശേഷം വറുത്തിടുമ്പോൾ ഇത് നാളികേരം കൂടി വറുത്തിടണം. പക്ഷെ നമ്മളിത് നിത്യ കൂട്ടാനല്ലേ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടാനായതുകൊണ്ട് ഞാൻ ഇതിൽ നാളികേരം വറുത്തിടാറില്ല. കടുകും മുളകും വറുത്തിടും കേട്ടോ. ഇത്തിരി വെള്ളം ചേർക്കും ചെയ്യും. കാരണം ഒഴിച്ചു കൂട്ടാൻ പോലെയാണ് വയ്ക്കാറ്. വീട്ടിൽ സാധാരണ വെക്കണതല്ലേ. ഇനി വേറെ ഒഴിച്ചു കൂട്ടാനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ കൂട്ടാനും ആ തോരനും കൂട്ടിയാണ് ഇന്നത്തെ ഭക്ഷണം. പിന്നെ ഇത്തിരി അച്ചാർ കൊടുക്കാം.
ഒന്ന് തിളച്ചോട്ടെ, വെള്ളം കൂട്ടി നാളിൽ അരച്ചതല്ലേ, അപ്പോൾ ഒന്ന് തിളച്ചോട്ടെ എന്ന് വെച്ചു. തിളച്ചു കണ്ടോ, നന്നായിട്ട് തിളച്ചു. ഇനി അതിലേക്ക് കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം. വറുത്തിടാനായിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു. ഓഫാക്കിയിട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോൾ കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ടു. കറിവേപ്പില ഇട്ടു. അതിലേക്ക് ഒഴിക്കാം. പണി കഴിഞ്ഞു. അപ്പോൾ ഇത് ശരി, ഞാൻ പറഞ്ഞല്ലോ, സാധാരണ സദ്യക്കൊക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യണ പോലെ തന്നെ നാളികേരം കൂടി വറക്കും, എന്നിട്ട് ഇടും. പക്ഷേ ഇത് സാധാരണ യൂസിലുള്ളതായതുകൊണ്ട് നാളികേരം വറുത്തിടാറില്ല, അരച്ചൊഴിക്കും. പിന്നെ ഒരു ഇത്തിരി ശർക്കര ഇട്ടുണ്ട് കേട്ടോ ഇതിൽ, മധുരത്തിന്. ഇഷ്ടമായോ?